വിശുദ്ധ ഗ്രന്ഥം എന്നും അഭിമാനത്തോടെ തുറന്നു തരുന്നത് ആളുകളാണ് ജോബിൻ്റെ പുസ്തകം. എപ്പോഴെങ്കിലുമൊക്കെ സഹനങ്ങളാൽ മനസ്സ് കലുഷിതമായിട്ടുള്ളവർക്ക് കണ്ണുകൾ ഉയർത്തി ജോബിനെ നോക്കാം. അതിൽ ഉത്തരങ്ങൾ ലഭിക്കാത്ത ചോദ്യങ്ങളുണ്ടായിരുന്നു, അർത്ഥമറിയാത്ത സഹനങ്ങളുണ്ടായിരുന്നു, കാരണങ്ങളറിയാത്ത നഷ്ടങ്ങളുണ്ടായിരുന്നു, നീതീകരിക്കാനാകാത്ത കണ്ണീരുമുണ്ടായിരുന്നു. സഹനങ്ങളെയെല്ലാം അവയുടെ പരകോടിയിൽ നിൽക്കുമ്പോഴും അവൻ ദൈവത്തെ പഴിച്ചില്ല. കാരണം അതെല്ലാം അവന് വിശ്വസ്തത തെളിയിക്കാനുള്ള അവസരങ്ങളായിരുന്നു. സ്നേഹസമക്ഷം ചേർത്തല മുട്ടം വിശ്വാസ പരിശീലന കേന്ദ്രം അവതരിപ്പിക്കുന്നു വിശ്വസ്തനായ ജോബ്. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും മിടറുമെൻ വഴിയിലും നാഥാ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥ നിന്നെ കണ്ടു. വിരിയുമീ തളിലും കണ്ടു, എരിയുമീ തിരയിലും കണ്ടു, എന്നിലെ ശ്വാസമായി നീ നിറഞ്ഞു, എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു. ഈ നാദത്തിലും അതിൻ രൂപത്തിലും മഴവില്ലിലും തിങ്കളിൻ ചന്തത്തിലും യേശുനാഥ നിന്നെ കണ്ടു. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു.
സർവശക്തനായ ദൈവമേ, നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാനും എൻ്റെ മക്കളും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾക്കെല്ലാം നാഥ അങ്ങ് മാപ്പ് നൽകണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കനിവായിരിക്കണമേ. അപ്പാപ്പ, എന്തിനാ എല്ലാ ദിവസവും ഇത്രയും അധികം പ്രാർത്ഥിക്കുന്നത്? നമ്മൾ എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. അവിടുന്ന് ആരാധനയ്ക്ക് അർഹനാണ്. അവിടുത്തെ കൽപ്പനകളോട് നാം വിശ്വസ്തരായിരുന്നാൽ ഒരിക്കലും നമ്മൾ വീണുപോകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അവിടുന്ന് നമ്മെ കൈവിടുകയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഞാൻ തന്നെയാണ്. അപ്പാപ്പ, അമ്മ ഒരിക്കൽ പറഞ്ഞല്ലോ, നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ദൈവം വീണ്ടും തന്നതാണിതെല്ലാം എന്ന്. ശരിയാ, ഇത്രയും മക്കൾ പണ്ടും ഉണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞിരുന്നു. അവരൊക്കെ ഇപ്പൊ എവിടെയാ അപ്പാപ്പ? അവരെല്ലാരും മരിച്ചുപോയോ അപ്പാപ്പ? ശരിയാ, അവർ പറഞ്ഞു തന്നതെല്ലാം ശരിയാ. എല്ലാ സമ്പന്നതയുടെയും സൗകര്യങ്ങളുടെയും നടുവിൽ ഞാൻ വാണിരുന്ന കാലത്ത് നല്ലവനായ ദൈവം എന്നെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ തന്നതെല്ലാം അവിടുന്ന് തന്നെ ഒരു നാൾ തിരിച്ചെടുത്തു. എൻ്റെ സമ്പത്ത്, കന്നുകാലികളെയും എൻ്റെ പ്രിയ മക്കളെ പോലും. ഒറ്റ ദിവസത്തിൽ ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? പിന്നെ എങ്ങനെ ഇതെല്ലാം തിരിച്ചു കിട്ടിയത്? എന്തെങ്കിലും അത്ഭുതം നടന്നോ? എല്ലാം തിരികെ കിട്ടാനായിട്ട് ഞങ്ങളോട് പറ, കേൾക്കാൻ കൊതിയാവുന്നു. പറയാം, അത്ഭുതങ്ങൾ പലതും അന്ന് സംഭവിച്ചിരുന്നു. സർവ്വ ഐശ്വര്യത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും കാലമായിരുന്നു അത്. വയലുകൾ പൂത്ത് തളിർത്ത കാലം, അരുവികൾ പുഞ്ചിരിച്ചൊഴുകിയ കാലം. ഉസ് ദേശത്തായിരുന്നു അന്ന് ഞാൻ താമസിച്ചിരുന്നത്. തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തനായി ഞാൻ ജീവിച്ചു. എനിക്ക് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. എനിക്ക് 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ജോഡി കാളകളും 500 പെൺകഴുതകളും എണ്ണമറ്റ ദാസന്മാരും ഉണ്ടായിരുന്നു. നിശ്ചിത നാളുകൾ കൂടുമ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും എല്ലാ തിരക്കുകൾക്കും വിരാമമിട്ട് വീട്ടിൽ ഒന്നിച്ചുകൂടുമായിരുന്നു. ഞാൻ അവർക്കെല്ലാം വിരുന്നൊരുക്കി. അവർ ഒന്നിച്ചു കൂടുമ്പോഴെല്ലാം അതാഘോഷമായിരുന്നു, ഉത്സവമായിരുന്നു. गिली माटी के चल घरांदे बनाएंगे रे. हरी भरी अम्बी
എന്തായാലും നാം പ്രതീക്ഷിച്ചാലും അപ്പുറമായി നിലം വിളവ് തന്നു. അതുകൊണ്ട് കന്നുകാലികൾക്ക് തീറ്റക്ക് ഒരു കുറവും വന്നില്ല. ഗർഭനാശമൊന്നും വരാതെ പേരും പിറവിയും ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. അതു പിന്നെ അങ്ങനെയല്ലേ വരൂ. യജമാന്റെ പ്രാർത്ഥനയ്ക്കും നന്മയ്ക്കും മുൻപിൽ ദൈവത്തിന് അനുഗ്രഹിക്കാനല്ലേ പറ്റൂ. എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും പാപം ചെയ്യാതിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കും, പക്ഷേ പറ്റാറില്ല. നമ്മുടെ വേലകളെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ നമ്മളും വേണ്ടവിധം പ്രാർത്ഥിക്കണം. 27 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആകെ 14 പേരാണ് യജമാന്റെ കൂടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ നോക്കത്താ ദൂരത്ത് കാണുന്നതെല്ലാം യജമാന്റെ പ്രാർത്ഥനയുടെയും അധ്വാനത്തിന്റെയും ഹൃദയത്തിലെ നന്മയുടെയും ഫലമാണ്. ആ പറഞ്ഞത് വളരെ ശരിയാ. നമ്മുടെ യജമാനൻ അദ്ദേഹത്തിന്റെ ദൈവത്തോട് വിശ്വസ്തനായിരിക്കുന്നത് പോലെ നമ്മൾ ജോലി ചെയ്യുന്ന ഈ കൃഷിയിടങ്ങളും കന്നുകാലികളും ഈ കുടുംബവും വീണ്ടും അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ യജമാനോട് വിശ്വസ്തനായിരിക്കണം. അല്ല, നമുക്കിങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ? നാളെ യജമാനന്റെ ഇളയപുത്രിയുടെ വിവാഹ ദിനമല്ലേ. ഒരുക്കങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. യജമാനനും കുടുംബവും വലിയ സന്തോഷത്തിലാണ്. വിവാഹ ആഘോഷങ്ങൾ നമുക്ക് കെങ്കേമമാക്കണം. എന്നാ പിന്നെ നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം. അവിടെ ആഘോഷങ്ങൾ തുടങ്ങിക്കാണും. തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? കാതോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ? കണ്ണാടി കണ്ണിൽ ഒരു മിന്നാരം കണ്ടേ സിന്ദൂരച്ചേലോടെ പോരു പെണ്ണാളെ
മാനേ മൈനെ നിൻ പേരെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല, പാടാനി ഞാനില്ല ജില്ലം ജില്ലാല. ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. തകിലടിയോ നിറപൊലിയോ മധുരവിടെ വിളിയലിയോ, നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ, നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണെടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം പലമാസടാ. ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. മെല്ലെ മെല്ലെ മുല്ലേ തരും മുന്നാടിത്തേൻ, എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി ചൊല്ലാം. ഓരോ ആഘോഷത്തിനും സൽക്കാരത്തിനും ശേഷം തൻ്റെ പുത്രന്മാർ പാപം ചെയ്ത ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാകാമെന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. സർവശക്തനായ ദൈവമേ, എന്നെയും എനിക്കുള്ളതൊക്കെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപ്രീതിക്ക് പാത്രമാകുവാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇടയാകല്ലേ നാഥ. എനിക്കുള്ളതെല്ലാം അങ്ങയുടെ ദാനമാകുന്നുവല്ലോ. അങ്ങയുടെ ശക്തിയുടെ പരിപാലനയുടെയും അളവറ്റ വലിപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അയോഗ്യനായ ഈ ദാസൻ്റെ ബലി അങ്ങ് സ്വീകരിക്കണമേ. അങ്ങ് വളരെ ഗഹനമായി ചിന്തിക്കുന്നല്ലോ. അതെ, നീ പറയുന്നത് വളരെ ശരിയാണ്. നമ്മുടെ മക്കളെക്കുറിച്ച് ഞാൻ ഓർത്തു. അവർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോകുമോ എന്ന് ഞാൻ വ്യാകുലപ്പെടുന്നു. അതിനല്ലേ അങ്ങ് അവർക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുന്നത്? അതെ, എന്നാലും നമ്മൾ അവരെ ശ്രദ്ധിക്കണം. ഓ, ഇതാര്? കാര്യസ്ഥൻ ജോഹാനയോ? നീ എന്താണ് ഇത്രയും ചിന്തിച്ചു വരുന്നത്? യജമാനെ, ഞാൻ ആലോചിക്കുകയായിരുന്നു, അങ്ങ് എത്രയോ ഭാഗ്യവാനാണ്. എന്താ നീ ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം? 7 സുന്ദരന്മാരായ പുത്രന്മാർ, സുന്ദരികളായ പുത്രിമാർ. മക്കൾ യഹോവ നൽകുന്ന ദാനമല്ലേ ജോഹാന? അത് മാത്രമല്ലല്ലോ, കാളകളും ആടുമാടുകളും കഴുതകളും നിലങ്ങളും കൃഷിയിടങ്ങളും എണ്ണമറ്റ ദാസന്മാരും. അങ്ങേപ്പോലെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി വേറെ ആരുണ്ട് ഈ മണ്ണിൽ? സത്യം, നീ പറഞ്ഞത് വളരെ സത്യമാണ്. ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതിന് നമുക്ക് ഒന്നിച്ച് ദൈവത്തോട് നന്ദി പറയാം. അല്ല, ഇന്ന് കറ്റയിറക്കുന്ന ദിവസമല്ലേ?
സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. നീ വയലിലേക്ക് ചെല്ല്, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമായി. അങ്ങനെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും ദൈവഭയമുള്ളവനും ദൈവത്തിൻ്റെ സത്യപ്രമാണങ്ങൾ വിശ്വസ്തതാപൂർവം പാലിക്കുന്നവനുമായ ജോബിൻ്റെ എല്ലാ സംരംഭങ്ങളെയും ദൈവം സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അവനെയും അവൻ്റെ സർവ്വതിനെയും സംരക്ഷിക്കാൻ ദൈവം തൻ്റെ ദൂതന്മാരെ കാവൽ നിർത്തി. തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ശാന. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ശാന. പള്ളിമണി നാം നാം ഉള്ളറിയണം നാം, അല്ലതൊഴിവാകാൻ ഒന്നു ചേരാ. ഹല്ലേലൂയ. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ശാന. വലകരമതിനെ ഉയർത്തി വലിയൊരിടയനാം യഹൂദൻ, കനിവോടനുഗ്രഹമണയ്ക്കാൻ തുണയ്ക്കായി വരണേ. ഒരുമിച്ചുരേക മനസ്സായി ശ്രുതി ചേർത്തു നീതി നിറവായി, സുവിശേഷ സുഖം കലരും വചനം നിറയും നലമായി പൊരുളായി നെറിയായി പകരാവൂ. അങ്ങനെ നീതിമാനും സത്യമുള്ളവനും ദൈവപ്രീതിക്ക് പാത്രീഭൂതനുമായ ജോബിൻ്റെ വളർച്ചയിൽ സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിച്ചു. സ്വർഗം പോലും അത് ആഘോഷമാക്കി. And the mountains in
ജോബിന്റെ നന്മയിലും വളർച്ചയിലും അസൂയ പൂണ്ട സാത്താൻ ഒരു നാൾ ജോബിന്റെ നന്മകളെ വികൃതമാക്കി കാട്ടാൻ ദൈവസന്നിധിയിലെത്തി. കാരണം ജോബിന്റെ നന്മകളാൽ പിശാചിന്റെ മനസ്സുപോലും അസ്വസ്ഥപ്പെട്ടിരുന്നു. സാത്താനെ, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ്. എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചുവോ? അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലുമുണ്ടോ? അവനങ്ങയെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. അവന്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചു. അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവനങ്ങയെ ദുഷിക്കുന്നത് കാണാം. എന്നാലിതാ, ജോബിൻ്റെ വിശ്വസ്തത നിനക്ക് ബോധ്യപ്പെടുത്തുന്നതിനായി അവനുള്ള സകലതിൻ്റെ മേൽ നിനക്ക് ഞാൻ അധികാരം നൽകുന്നു. എന്നാൽ അവനെ മാത്രം നീ ഉപദ്രവിക്കരുത്. അങ്ങനെ ജോബിനെ വീഴ്ത്താനുള്ള അനുവാദം കയ്യിലേന്തി കലിതുള്ളിക്കൊണ്ട് സാത്താൻ ഭൂമിയിലേക്ക് ഇറങ്ങി. जो उठेगा धड़ से कटेगा, कहाँ पे छिपेगा, कहाँ पे बचेगा। बात बात पर है खाद मौत की बिछी भी साथ। उठा तो गिरेगा, गिरा तो चिरेगा, छिपा तो मिलेगा, मिला तो मरेगा। जाग जाग भाग भाग, बच सके तो बच ले आज। आंधी है ये ज़लज़ला है, पूरे जोर पर चला है। किस्मत दम है जो लड़ा है, कौन रह सका खड़ा है। सबसे अटल सबसे प्रबल शस्त्र रचित, रक्त चरित 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 रक्त चरित। सबसे अटल सबसे प्रबल शस्त्र रचित, रक्त चरित रक्त चरित रक्त चरित रक्त चरित रक्त चरित। बात बात पर है घात मौत की बिछी भी साथ। जाग जाग भाग भाग, बच सके तो बच ले आज। नाच नाच सारी रात, क्या पता मैं कल दूंगा। पीट पीट ढोल पीट, हाथ पाँव मार ठेठ। ओ नाच नाच उंगलियों पे नाच नाच, रात सारी मौत का हूँ मैं मदारी। बाज डमरू सी कटारी, डम 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 डम, नाच मौत का। रक्त चरित रक्त चरित रक्त चरित रक्त चरित रक्त चरित रक्त चरित रक्त चरित। डम 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 डम।
ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന ബഹുമാനീയരായ എല്ലാ അതിഥികളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വിരുന്നിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഞങ്ങളുടെ പിതാവിൻ്റെ 70ാം ജന്മദിനം കൂടിയാണ് ഇന്ന്. ഇതുപോലെ കരുതലും സ്നേഹവുമുള്ള ഒരു പിതാവിനെ ഞങ്ങൾക്ക് നൽകിയ യഹോവ വാഴ്ത്തപ്പെട്ടവനാവട്ടെ. ഇത്രയും കാലം വിശ്വാസത്തിൽ പതർച്ച വരുത്താതെ തന്റെ പരിപാലനയിൽ വളർത്തിക്കൊണ്ടുവന്ന യഹോവയുടെ കാരുണ്യത്തെ ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു. ഐശ്വര്യവും സമൃദ്ധിയും ദൈവമെന്നിൽ ധാരാളമായി വർഷിച്ചു. അതെന്റെ മാത്രം കഴിവുകൊണ്ടല്ല, പുരോഹിതന്മാരുടെയും ചാർച്ചക്കാരുടെയും സഹോദരങ്ങളുടെയും മക്കളുടെയും ദാസന്മാരുടെയും ഒക്കെ പ്രയത്നഫലം കൊണ്ടുകൂടിയാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ ദിവസത്തിന് മോടി കൂട്ടാനായി പാട്ടും ആഘോഷങ്ങളും ആരംഭിക്കട്ടെ. ये भी न जाने वो भी न जाने, नैनों के रंग नैना जाने, मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग। जग की कोई रीत न जाने, मैं तो बस तेरी हुई दीवानी, मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग। मैं छुड़ाई घर बार मेरा ओ मखना वे मखना, तू ही है संसार मेरा ओ मखना वे मखना, ये पागल सा है प्यार मेरा ओ मखना वे मखना। मैं छुड़ाई घर बार मेरा ओ मखना, मैं छुड़ाई घर बार मेरा ओ मखना वे मखना, तू ही है संसार मेरा ओ मखना वे मखना, ये पागल सा है प्यार मेरा ओ मखना वे मखना। मैं छुड़ाई घर बार मेरा ओ मखना। नवराई माझी लाडाची लाडाची ग, आवड हिला चंद्राची चंद्राची ग, नवराई माझी नवसाची नवसाची ग, अप्सरा जशी इंद्राची इंद्राची ग। और आई चली शर्माती घबराती वो, पिया के घर इठलाती बल खाती वो, सुरमई नैना छलकाती छलकाती वो, पिया के घर भरमाती सकुचाती वो। जुल्फों से बांध लिए बादल, सीने पे से उड़ने लगा आंचल, मुझसे नैना मिला के मौसम होने लगे पागल, सबसे होके बेफिक्र नाचूं मैं आज छम 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 छम, मैं नाचूं आज छम 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 छम। મને ભૂલો બધી વાત, પ્રેમની આ મૌસમ છે, अब आओ मेरे पास रह जाओ मेरे साथ, प्रेमनी आ मौसम छे, आई गई रात મને ભૂલો બધી વાત, પ્રેમની આ मौसम छे, अब आओ मेरे पास रह जाओ मेरे साथ, प्रेमनी आ मौसम छे। मिल जाए मुझको अगर साथ तेरा, तो भूलूं मैं सारा चोगाड़ा तारा, चबीला तारा, रंगीला
चौकीला तारा रंग वेद जुए तारी बात चौगाला तारा ओए चौकीला तारा ओए रंगीला तारा रंग वेद जुए तारी बात रे झमाझम नाच आजे धमाधम ढोल बाजे नॉन स्टॉप हल्ला मचेगा ओए नाचो सारे पप्पा पप्पा पीपनी पे आजा नया स्टेप सीखे नॉन स्टॉप हल्ला मचेगा ओए नाचो सारे अपनी फेमस है रात वाली यारियां जाले सारा जहां थलपुर माँ सुन ले ओ छोरिया झूमे नगरिया जब जब ये घूमे कमर यार तारी कमरिया तारी कमरिया थलपुर माँ सुन ले ओ छोरिया झूमे नगरिया जब जब ये घूमे कमर यार तारी कमरिया तारी कमरिया धाय धाय धम धम धाय नगाड़ संग ढोल बाजे धाय 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 धम धाय धिक तड़ाक आजा उड़ के सराट पैरों से बेड़ी जरा खोल नगाड़ संग ढोल बाजे धाय धाय धम धम धाय नगाड़ संग ढोल बाजे धाय 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 धम धाय യജമാനെ എന്താ കാര്യം പറയൂ. യജമാനെ, ഞങ്ങൾ കാളകളെ പൂട്ടുകയായിരുന്നു. കഴുതകൾ സമീപത്ത് തന്നെ മേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഷേബാക്കാർ വന്ന് വേലക്കാരെ വാളിനിരയാക്കി അവയെ അപകരിച്ചു കൊണ്ടുപോയി. ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അങ്ങുന്നേ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി ആടുകളെയും ദാസരെയും ദഹിപ്പിച്ചു കളഞ്ഞു. വിവരം പറയാൻ ഞാൻ മാത്രമേ അവശേഷിച്ചുള്ളൂ. പ്രഭു കൽദായക്കാർ 3 കൂട്ടമായി വന്ന് വേലക്കാരെ ആക്രമിച്ച് കൊന്നിട്ട് ഒട്ടങ്ങളെ പിടിച്ച് കൊണ്ടുപോയി. യജമാനെ, നിന്റെ പുത്രന്മാരും പുത്രിമാരും ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിൽ വിരുന്നിലായിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഉണ്ടായ കൊടുങ്കാറ്റിൽ വീട് തകർന്നു വീണു. അവരെല്ലാവരും മരിച്ചുപോയി. ഇതറിയിക്കാൻ ഞാൻ മാത്രമേ ജീവനോടെയുള്ളൂ. ദൈവമേ, എന്തിനീ പരീക്ഷണങ്ങൾ?
അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. ജോബ് നയിക്കപ്പെടുന്നത് സമ്പത്തിനാലല്ല എന്നതിന് സ്വർഗവും ഭൂമിയും അടിവരയിട്ടു. ദൈവപുത്രന്മാർ വീണ്ടും ഒരിക്കൽ കർത്തൃസന്നിധിയിൽ ചെന്നു. പരാജിതനായി കലിപൂണ്ട സാത്താനും അന്ന് അവിടെ വന്നെത്തി. സാത്താനെ, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ്. എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടില്ല എന്നുണ്ടോ? അവൻ്റെ മേലുള്ള നിന്റെ പരീക്ഷണങ്ങളിലെല്ലാം നീ പരാജിതനായോ? അകാരണമായ അവനെ നശിപ്പിക്കാൻ നീ എന്നെ അനുവദിച്ചെങ്കിലും അവന്റെ വിശ്വസ്തത അചഞ്ചലമായി നിൽക്കുന്നു. ചർമ്മത്തിന് പകരം ചർമ്മം, ജീവന് വേണ്ടി തനിക്കുള്ളതെല്ലാം ഏതു മനുഷ്യനും ഉപേക്ഷിക്കൂ. അങ്ങ് അവന്റെ അസ്ഥിയിലും മാംസത്തിലും കൈവെക്ക്, അപ്പോൾ അവൻ അങ്ങേ ദുഷിക്കും. വീണ്ടും പരാജിതനാകാൻ നീ ഇറങ്ങുകയാണോ? ഇതാ എൻ്റെ മകൻ ജോബിനെ നിനക്ക് വിട്ടുതരും. അവൻ്റെ ജീവനിൽ മാത്രം നീ കൈവയ്ക്കരുത്. സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോയി. അവൻ ജോബിൻ്റെ ശരീരത്തെ അടിമുതൽ മുടിവരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു.
മനുഷ്യ, നിങ്ങൾക്ക് നാണമില്ലേ? ഇനിയും നിങ്ങൾ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, പ്രിയപ്പെട്ടതെല്ലാം നഷ്ടമായി. ഇപ്പോൾ ഇതാ സ്വന്തം ശരീരവും. നിങ്ങളുടെ ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കുന്നതാണ് ഇതിലും നല്ലത്. വെറും ഒരു വിഡ്ഢിയെ പോലെ നീ സംസാരിക്കുന്നല്ലോ. ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ തിന്മയും സ്വീകരിക്കേണ്ടതുണ്ടെന്ന് അറിയില്ലേ നിനക്ക്? അല്ല, അതാരാ വരുന്നത്? ഞാൻ അകത്തു പോവുകയാ. മഹാനായ ജോബിന്റെ വീടല്ലേ ഇത്? ഇനി നമുക്ക് വീട് മാറിപ്പോയതാണോ? ഒരിക്കലുമല്ല, തീർച്ചയായും ഇത് ജോബിന്റെ വീടാണ്. എലിഫാസ്, ബിൻദാദ്, സോഫാർ, സ്നേഹിതരെ, ഞാൻ തന്നെയാണ് ജോബ്. ജോബ്, നിനക്ക് എങ്ങനെ ഈ അവസ്ഥ വന്നു? അയ്യോ, ഞാൻ ജനിച്ച ദിവസവും ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ രാത്രിയും ശപിക്കപ്പെട്ടതാവട്ടെ. ഞാൻ പറയുമ്പോൾ നിനക്ക് മുഷിപ്പ് തോന്നരുത്. എല്ലാവർക്കും നീ ഒരു ആശ്വാസകനായിരുന്നു. വീണുപോയ അനേകരെ നീ താങ്ങിയവനാണ്. എന്നിട്ട് നിനക്ക് ഈ അവസ്ഥ. അയ്യോ, എന്റെ വ്യസനമൊന്ന് തൂക്കി നോക്കിയിരുന്നെങ്കിൽ അത് കടൽ തീരത്തെ മണൽത്തരികളെക്കാൾ ഭാരമുള്ളതായിരിക്കും. ദൈവം ഒരിക്കലും നീതിമാന്മാരെ വേദനിപ്പിക്കുകയില്ല. നീ ദൈവത്തിനെതിരെ തെറ്റ് ചെയ്തോ എന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ എന്ത് തെറ്റ് ചെയ്തുവെന്നാ നിങ്ങൾ ഈ പറയുന്നേ? ദൈവവചനങ്ങൾ ഒരിക്കൽ പോലും ഞാൻ ലംഘിച്ചിട്ടില്ല. നീ വീണ്ടും നിന്നെ ന്യായീകരിക്കുകയാണോ? ചെയ്ത തെറ്റുകൾ അംഗീകരിക്കാൻ പോലും നീ തയ്യാറാകുന്നില്ലേ? എത്ര നാളിങ്ങനെ കുത്തുവാക്കുകൾ കൊണ്ട് നിങ്ങൾ എന്നെ പീഡിപ്പിക്കും? നീതിമാനായ ദൈവം എന്റെ വാക്ക് കേൾക്കാതിരിക്കില്ല. സത്യം, എനിക്കിനിയും പലത് പറയണമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അങ്ങയുടെ സ്ഥിതിയിൽ ഒന്നും പറയാൻ തോന്നുന്നില്ല. സ്വന്തം തെറ്റ് തിരുത്താൻ മനസ്സ് കാട്ടാത്ത നിന്റെ അടുത്ത് നിൽക്കാനും തോന്നുന്നില്ല. വരൂ, നമുക്ക് പോകാം. സ്നേഹിതരെ, ഏത് സാഹചര്യത്തിലും ദൈവത്തോട് ചേർന്നിരുന്നവനാണ് ഞാൻ. എനിക്ക് അല്പം തനിയെ ഇരിക്കണം, തനിച്ച് പ്രാർത്ഥിക്കണം. ജോബേ, ഇത്രയേറെ നിന്നെ ദ്രോഹിച്ച ദുഷ്ടനായ ദൈവത്തെ നീ വീണ്ടും വിശ്വസിക്കുന്നു? നിന്റെ സമ്പത്ത് നശിപ്പിച്ച ദൈവത്തെ തള്ളിപ്പറയൂ ജോബ്. നിന്റെ പ്രിയമക്കളെ അപഹരിച്ച ദൈവത്തെ വിശ്വസിക്കരുത് ജോബ്. നിന്റെ ശരീരത്തെ പോലും മാനിക്കാത്ത ദൈവത്തെ ഇനിയും എന്തിന് കാത്തിരിക്കണം ജോബ്? ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കടാ. നല്ലവനാണെന്ന് കള്ളം പറയുന്ന നിന്നെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് നീ എന്റെ കൂടെ വാ. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരികെ തരാം. One beautiful evening in the Garden of Eden, a snake came walking in the twilight. He was leaning on his ivory cane, and he said, "Let me tell you a little secret about life. There's a certain sharpness to a knife or a diamond. Come here. Watch it glitter. Oh, it's another blue day in a nowhere place. We're singing, hey, hey, nunny nay. I'm a little cheaper, short and stout. Took me over, pour me out. Ooh, I'm a crocodile floating down the river. I'm a tree catching my own oranges as they fall from my
petit pas, short and stout, tip me over and pour me out. And hello to all the people who send me on the way. Pat on the back, have fun, it's your moment now. It's your turn to walk along the runway road. And me, I sent my better self on ahead. Your attention, please. Nonny day, we're singing hey, hey. Nonny day, it's another blue day in a newer place. We're singing hey, hey. Nonny day. Oh, beauty in all its forms. Funny how hatred can also be a beautiful thing. When it's sharp as a knife, as hard as a diamond. Perfect. ദൈവമേ, എന്തിനീ പരീക്ഷണങ്ങൾ? ജോബേ, നീ എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ, സമുദ്രത്തിന് അതിരുകൾ നിശ്ചയിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? പ്രകാശത്തിൻ്റെ ഉറവിടം നിനക്കറിയാമോ? ആകാശത്തിലെ നിയമങ്ങൾ നിനക്കറിയുമോ? പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതയെക്കുറിച്ച് നിനക്ക് എന്തറിയാം? മരണത്തിൻ്റെ വാതിലുകൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? ശക്തനായ ദൈവമേ, നിനക്കെല്ലാം സാധ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴിതാ ഞാൻ നിന്നെ അറിയുന്നു. എലിഫസ്, ബിൽദാദ്, സോഫാർ, എനിക്ക് നിങ്ങളോടുള്ള കോപം ജ്വലിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി യാഗം കഴിപ്പിൻ. എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഞാൻ അവനെ ആദരിക്കും. അവന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തിരികെ കൊടുക്കും. അയലു വിളയണ കാഴ്ച കണ്ടൻ കണ്ട
വചനമോർക്കുന്നു ദൈവ വചനമോർക്കുന്നു വയലുവിളയട കാഴ്ച കണ്ടൻ കണ്ണു കുളിരുന്നു ഞാൻ വചനമോർക്കുന്നു ദൈവ വചനമോർക്കുന്നു കൊയ്ത്തിന്റെ നാളുകളെന്നെ വയല് നിറയുന്നു സ്വർണ്ണ കതിരു കായ്ക്കുന്നു മഴയുമേറ്റു കതിരു വാടുന്നു വലിയ വയല് പാടുന്നു സുവിശേഷ വേല ചെയ്യാൻ നല്ല യജമാന്റെ സേവ ചെയ്യാൻ സ്ഥാനമാന കൂടുവിട്ട് വാ നല്ല ശിഷ്യനായി ക്രൂശുമേറ്റി വാ ദൈവരാജ്യം കടുകുമഴ പോലെ നിധിയൊളിപ്പിച്ച അയൽ പോലെ ആരും കൊതിക്കുന്ന മുത്തുപോലെ കാത്തു നിൽക്കുന്ന മണവാട്ടി പോലെ സുവിശേഷ വേല ചെയ്യാൻ നല്ല യജമാന്റെ സേവ ചെയ്യാൻ സ്ഥാനമാന കൂടുവിട്ട് വാ നല്ല ശിഷ്യനായി ക്രൂശുമേറ്റി വാ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ എന്തുകൊണ്ടാ ഇത്രയും സമയം പ്രാർത്ഥിക്കുന്നതെന്ന്. നമ്മുടെ ദൈവം ഇത്രയും വലിയ ദൈവമായിരുന്നു. നമ്മൾ ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്നു മുതൽ ഞാനും ദൈവകൽപ്പനകൾ അനുസരിച്ച് മാത്രമേ ജീവിക്കൂ. നമ്മുടെ ദൈവത്തിന്റെ അറിവില്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ലെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതേ മക്കളെ, ദൈവത്തിന്റെ അറിവോടെ അല്ലാതെ ഒന്നും നമ്മിൽ സംഭവിക്കുന്നില്ല. നമ്മേക്കാൾ നന്നായി ദൈവം നമ്മെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്. നമ്മേക്കാൾ നന്നായി നമ്മെക്കുറിച്ച് ദൈവം പദ്ധതികൾ വിഭാവന ചെയ്യുന്നുണ്ട്. പ്രലോഭനങ്ങളെല്ലാം അവിടുത്തോട് വിശ്വസ്തത പുലർത്താനുള്ള അവസരങ്ങളാണെന്ന് മനസ്സിലാക്കണം. നാം ദൈവത്തോട് വിശ്വസ്തരാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും യഹോവ അനുഗ്രഹിക്കും. യഹോവ തന്ന ഈ പൊതുജീവിതവും അനുഗ്രഹവും നമുക്ക് ആഘോഷപൂർവ്വം കൊണ്ടാടാം. ആഘോഷങ്ങൾ ആരംഭിക്കട്ടെ. പൊട്ടിപ്പാറണ തേരാണേ ആഘോഷത്തേരാണേ ആരാടണ ധാരാണേ ആകാശ കൂടാണേ ഇതിലേ വരു നീ മധുചന്ദ്രികയേ ഇവരിൽ ഇനി നിൻ മധുരം മതിയേ കണ്ണാടി മാനത്തമ്മാനമാടാൻ എന്താടി മൈനെ ചെല്ലാതടി തമ്പ്രാന്റെ കയ്യിൽ എന്താണ് പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി काले रंग दा परांदा मेरे सज्जना ने आंदा सोनिए ओ मैं पप्पा पार नच्चा मेरे यार सोनिए ए सदके मैं जावा सोनिए नी हाय लख बार सोनिए ओ जिंद तेरे नौनी सोनिए ओ मेरा तेरा जानी सोनिए और किंगिनी കാറ്റ് വന്ന് കിന്നരം മീട്ടിയരികെ ഒരു ചിങ്കിരി ചൂളമിട്ട് ചിന്തുണർത്തുന്നു പതിയെ മഞ്ഞണി പാടമകലെ പുഞ്ചിരി ചേലിലുണരെ ഓ ചോളം
കരിമ്പു വയലോരത്ത് തിരവിളയും നേരത്ത് ഇസയുണരും ഈണം കേട്ടുവോ അങ്ങ് പങ്കടമേളമുത്ത് ചുണ്ടൊരു തുമ്പിയുടെ ചന്തവും കൊണ്ടുപോരാ നല്ല ഡോലടിത്താളമുള്ള മുത്തണിക്കൂടിനുള്ളിൽ ഈരടിത്തുണ്ട് തേടാം ചിരിച്ചമ്പകച്ചോപ്പ് കണ്ട് കുഞ്ഞരിപ്രാവ് മുത്ത് മതി മറന്നൊന്നു പാടാം அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது கவலைப்படாத 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 அற்புதங்கள் குவிய போகுதே அற்புதங்கள் குவிய போகுதே சூப்பர் நேச்சுரல் ஆண்டு